ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബംഗാളി റെസിപ്പി ആയിട്ടാണ്, മുഗ്ലായ് പറാത്ത. അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളമൊഴിച്ച് നമുക്ക് ചപ്പാത്തി മാവിന് കുഴച്ചെടുക്കില്ലേ, ആ രീതിയിൽ ഒരു ഡോ ഉണ്ടാക്കിയെടുക്കാം. സാധാരണ ഇത് തയ്യാറാക്കുന്നത് മൈദ വെച്ചിട്ടാണ്. ഞാൻ മൈദ വെച്ചിട്ടും ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല. മൈദയ്ക്ക് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ്, ഒരു വ്യത്യാസം തോന്നും. എന്നാലും പക്ഷേ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുമ്പോഴും സോഫ്റ്റാണ്, കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്, അധികം കട്ടിയൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കട്ടി കൂടും, അത്ര സോഫ്റ്റ്നെസ് കിട്ടില്ല എന്നുള്ളത്. പക്ഷെ ഞാനിത് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് സോഫ്റ്റായിട്ട് കിട്ടി. ഇനിയിപ്പോൾ മൈദയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് മൈദ വെച്ചിട്ട് ഇത് ചെയ്യാം. ഞാൻ ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവിന് കുഴച്ചെടുക്കുന്ന രീതിയിൽ അത് കുഴച്ചെടുക്കുകയാണ്. ഈ മാവ് കുഴച്ചിട്ട് നമുക്ക് ഈ ഡോ നമുക്ക് റെസ്റ്റിങ്ങിന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതിൻ്റെ ഫില്ലിങ്സ് ചെയ്യണത് മുട്ട വെച്ചിട്ടാണ് ഫില്ലിങ്സ് ചെയ്യണത്. ഇതിപ്പോൾ ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഓയിലും കൂടി ചേർത്ത് അത് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി അതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പനീർ സ്റ്റഫ്ഡ് മുഗളായി പറാത്ത ഉണ്ടാക്കും, എഗ് സ്റ്റഫ്ഡ്. ഞാനിപ്പോൾ എഗ്ഗ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ ഡോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അധികം റെസ്റ്റിംഗ് ടൈം ഒന്നും വെക്കേണ്ട. ഇതിൻ്റെ ഇനി ഫില്ലിങ്സിന് വേണ്ട സാധനങ്ങൾ കട്ട് ചെയ്യുന്ന ആ ടൈം അത്രയും നമുക്ക് വേണ്ടൂ. ഞാനിവിടെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സബോള ചെറുതാക്കി നൈസാക്കി അരിഞ്ഞ് വെച്ചത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ യെല്ലോ ക്യാപ്സിക്കം. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് ഉണ്ടാക്കാം. ഇപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് ചേർക്കാം, മല്ലിയില ചേർക്കാം. അതൊക്കെ നമ്മുടെ ഫ്ലേവർ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി എരിവിനനുസരിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം ഞാനിനി ഇതിലേക്ക് 2 മുട്ട കുത്തി ഒഴിക്കാൻ പോവാണ്. ഇനി നമുക്കിപ്പം മുട്ട ഇഷ്ടമില്ലാത്തവരാണ്, മുട്ട കഴിക്കാത്തവരാണെങ്കിൽ മുട്ടയ്ക്ക് പകരം നമുക്ക് പനീർ വെച്ചിട്ട് ചെയ്യാം. പനീർ മുഗളായി പറാത്ത ഉണ്ടാക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കേരളത്തിൽ അധികം ആരും ഇത് ട്രൈ ചെയ്യാത്തൊരു റെസിപ്പിയാണ്. ടേസ്റ്റി ആയിട്ടുള്ളതാണ്. മുട്ട വെച്ചിട്ടുള്ളതായ കാരണം നല്ല ടേസ്റ്റിയാണ്. ഗോതമ്പ് പൊടി ആയ കാരണം ഹെൽത്തിയാണ്, മൈദ അല്ലാത്ത കാരണം. ഇപ്പോൾ ഗോതമ്പ് പൊടി ആയാലും കട്ടി കൂടോ, അത് റഫാവോ അങ്ങനത്തെ ഒരു സ്നാക്കല്ല. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ അവൾ കഴിക്കണ വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി ഇപ്പം നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ കവറിങ്, അതായത് നമ്മൾ ഇനി ഇത് ചപ്പാത്തി പോലെ പരത്തിയെടുക്കാൻ പോവാണ്. അപ്പോൾ അത് ഒട്ടി പിടിക്കാതിരിക്കാൻ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഇനി നമുക്ക് അതിൽ നിന്നൊരു ചെറിയൊരു ഭാഗം എടുത്തിട്ട് ഉരുളയാക്കിയിട്ട് നമുക്ക് ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. ഇത് ഞാൻ മിനി മുഗളായി പറാത്തയാണ് ഉണ്ടാക്കുന്നത്, അധികം വലുതാക്കിയിട്ടല്ല ഉണ്ടാക്കിയെടുക്കണത്. അത് കാരണം ചെറിയൊരു ബൗൾ പോലെ ഉണ്ടാക്കി നമുക്കത് ഇനി പരത്തിയെടുക്കാം. അധികം കട്ടിയിൽ പരത്തിയെടുക്കരുത്, കുറച്ച് തിന്നായിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. കട്ടി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുക്കായി വരാനും എല്ലാ സൈഡും കുക്കാവാനും കുറച്ച് ടൈം എടുക്കും. അത് കാരണം തിന്നാവണം, തീരെ തിന്നായി പോവരുത്, എന്നാൽ അധികം കട്ടിയായി പോവരുത്. ആ രീതിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇത് പരത്തിയതിന് ശേഷം നമുക്കിതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കണം. ആ മുട്ടയുടെ ഫില്ലിങ്സ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പം ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഫില്ലിങ്സ് പരന്ന് പുറത്തേക്ക് പോവുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെ ഒഴിക്കാന്നുള്ളത്. ഇപ്പം ഞാനത് നല്ലോണം പരത്തിയെടുത്തിട്ടുണ്ട്, തിന്നാക്കിയിട്ടാണ് പരത്തിയെടുത്തേക്കണത്. ഇനി ആ മുട്ടയുടെ ഫില്ലിങ്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അധികം ഒഴിച്ചെടുക്കണില്ല, കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിനി ഓരോ സൈഡും ഫോൾഡ് ചെയ്യാം. ഇതേ രീതിയിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കൈ ചെറുതായിട്ട് നനച്ചിട്ട് വേണം നമ്മളിത് ഫോൾഡ് ചെയ്യാനായിട്ട്. ആ സൈഡ് ഭാഗത്ത് നമ്മുടെ വെള്ളത്തിൻ്റെ നനവാക്കി കൊടുക്കുക. എന്നിട്ട് അത് മടക്കി ഈ രീതിയിൽ അത് മടക്കിയെടുക്കണം. എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. 4 സൈഡും നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക, ഒട്ടും ലീക്കാവാതെ രീതിയിൽ. ഇത് ഒട്ടും ലീക്കൊന്നും ആവില്ല, നിങ്ങൾ പേടിക്കണ്ട.
ഇതേപോലെ ഞാനിപ്പോൾ എല്ലാ സൈഡും പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓൾറെഡി ഞാൻ ഇപ്പോൾ പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 3/4 ഭാഗം മുങ്ങിക്കിടക്കണ രീതിയിൽ അത്രയാണ് ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തിട്ട് ഫുള്ള് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നല്ലോണം ഓയിൽ വെച്ചിട്ട് ചെയ്യാം. ഞാൻ 3/4 ഭാഗത്തോളം ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒഴിച്ചാലാണ് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കുക്കായി വരുള്ളൂ. തീരെ ഓയിൽ ഇല്ലാതെ ആക്കരുത്. അത്യാവശ്യം 3/4 ഭാഗത്തോളം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ അങ്ങനെ നമ്മൾ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് ഒരെണ്ണം കൂടി എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അതിനായിട്ട് അതിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്തിട്ടുണ്ട്. ബോൾ പോലെ ഉരുട്ടുക. അതിനുശേഷം നമുക്കത് ചപ്പാത്തി പരത്തണ പോലെ പരത്തിയെടുക്കാം. അധികം കട്ടിയാവരുത്, തിന്നായ രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം. കട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫ്രൈ ആവാനും കുക്കാവാനും കുറച്ച് ടൈം എടുക്കും. എല്ലാ സൈഡും കുക്കായി വരാനായിട്ട് കുറച്ച് ടൈം ആവും. അപ്പോൾ അത് കാരണമാണ് തിന്നായിട്ട് നമ്മൾ പരത്തി എടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് നമുക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം. മുട്ട നിങ്ങൾ ഒഴിക്കണ സമയത്ത് അത് പരന്ന് പുറത്തേക്ക് പോകുമെന്ന ടെൻഷനൊന്നും വേണ്ട. കറക്റ്റായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗത്ത് അല്പം മുട്ട ഒഴിച്ച് കൊടുക്കാം. ഇതേ കണ്ടോ, മുട്ട ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തു. ഇനി വേഗം നമുക്ക് 4 സൈഡും മടക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് അതിൻ്റെ സൈഡ് ഭാഗത്ത് വെള്ളമൊന്നും ആക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. 4 സൈഡും ഇതേപോലെ മടക്കി കൊടുക്കുക. മടക്കി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. മുട്ടയൊന്നും ലീക്കായി പോവില്ല. ഞാൻ ഇതും കൂടി ഇനി ഫ്രൈയിങ് പാനിലേക്ക് ഇടാണ്. ഞാനിവിടെ ഇത് ഏകദേശം 3/4 ഭാഗത്തോളം എണ്ണയിൽ മുങ്ങി കിടക്കണം. ആ രീതിയിലാണ് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. 3/4 ഭാഗവും അങ്ങനെ ഓയിൽ മുങ്ങിക്കിടന്നാൽ മാത്രമേ അതിൻ്റെ സൈഡൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഫ്രൈ ആയി വരുള്ളൂ. നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്ത് ഇതിനേക്കാൾ നല്ലോണം മുങ്ങി കിടക്കുന്ന രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്, ഞാനത് മറിച്ചിട്ടു. നമുക്കിനി അടുത്തതും കൂടിയും അങ്ങനെ മറിച്ചിടാം. ഇതിപ്പോൾ ലൈറ്റ് ബ്രൗൺ ആയിട്ടുള്ളൂ. ഈ രീതിയിൽ നമുക്ക് ലൈറ്റ് ബ്രൗൺ ആക്കണമെങ്കിൽ ലൈറ്റ് ബ്രൗൺ, കുറച്ചുകൂടി ഡാർക്ക് ബ്രൗൺ ആക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയും എടുക്കാം. ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ബ്രൗൺ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഒന്നും കൂടിയും സൈഡ് മറിച്ചിടും. ഇതിപ്പോൾ 2 സൈഡും ഞാൻ മറിച്ചിട്ട് രണ്ടിൻ്റെയും ഒരു സൈഡ് കുക്കായിട്ട് ഞാനത് മറിച്ചിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ രണ്ടും കുറച്ചും കൂടി ഡാർക്ക് ബ്രൗൺ ആയിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് എത്രത്തോളം കളർ വേണം അതിനനുസരിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ അതിൻ്റെ 4 സൈഡ് ഭാഗവും എല്ലാം മൊത്തത്തിൽ നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരെണ്ണം കൂടി എങ്ങനെയാണ് അത് ചെയ്യണേന്ന് കാണിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരെണ്ണം പരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ 4 സൈഡും ഇപ്പോൾ നമ്മൾ മുട്ട ഒഴിക്കണേക്കാൾ മുമ്പ് വേണമെങ്കിൽ നമുക്ക് 4 സൈഡിലും ഇങ്ങനെ വെള്ളം നല്ലോണം ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് മുട്ട ഒഴിച്ചിട്ട് വേഗം തന്നെ ഇത് 4 സൈഡും ഇങ്ങനെ മടക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാനിനിപ്പോൾ മുട്ട ഒഴിച്ചു, ഇതിലേക്ക് അതിൻ്റെ ഫില്ലിങ്സ് ഒഴിച്ചു. ഇനി നമുക്ക് ഇതേ വേഗം അത് മടക്കി കൊടുക്കാനായിട്ട് പറ്റും. പ്രസ് ചെയ്തു. ഇതിനിപ്പോൾ വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തു. ഈ സൈഡും നമുക്കത് നല്ലോണം ഒന്ന് മടക്കി കൊടുക്കാം. ആ 4 സൈഡും ഇപ്പോൾ നല്ലോണം കവറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മാത്രം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തപ്പോൾ കുറച്ചൊന്ന് ലീക്കായി. അത് സാരമില്ല, അങ്ങനെ ഒന്ന് ലീക്കായാലും ഇതിപ്പോൾ എണ്ണയിലേക്കാണ് ഇട്ട് കൊടുത്ത കാരണം പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയി ഉള്ളിലേക്ക് നല്ലോണം ഫ്രൈ ആയിട്ട് അത് വരും. ഇതിപ്പോൾ കണ്ടില്ലേ, ആ ഇട്ട വശം കുറച്ചൊന്ന് ലീക്കായതേ ഉള്ളൂ, പിന്നെ ലീക്കായൊന്നും പോയിട്ടില്ല. ഞാനത് വീണ്ടും മറിച്ചിടുകയാണ്. അതിൻ്റെ ബാക്കി അപ്പുറത്തെ സൈഡും ഫ്രൈ ആയി വരാനായിട്ട്. ഞാൻ ഇവിടെ ഇപ്പോൾ എല്ലാം ഫ്രൈ ചെയ്ത് ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഇരിക്കുക എന്നുള്ളത്. അതിൻ്റെ ഉൾഭാഗം ഇതേ കണ്ടില്ലേ, മുട്ടയൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്.
വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്.